നമസ്തേ. ഫിസിക്സ് അൺലിമിറ്റഡിൻ്റെ 27ാമത് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വൺ ഡയമെൻഷണൽ മോഷൻ്റെ ഗ്രാഫുകൾ ഒന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് എ ബോഡി അറ്റ് റെസ്റ്റ്. നമ്മളിവിടെ എടുക്കുന്നത് ഒരു ടൈം, പൊസിഷൻ, വെലോസിറ്റി, ആക്സിലറേഷൻ ഇങ്ങനെ 4 ക്വാണ്ടിറ്റീസ് ആണ്. അവിടെ ടൈം 0, 1, 2, 3 എഴുതിയിരിക്കുന്നത് യൂണിറ്റ് സെക്കൻഡാണ് വരുന്നത്. പൊസിഷൻ വരുന്നത് 3 എന്ന് തന്നെ കാണിച്ചിരിക്കുന്നു. അതിൻ്റെ യൂണിറ്റ് വരുന്നത് മീറ്ററാണ്. വെലോസിറ്റി എന്ന് പറയുന്നത് x2 - x1/t2 - t1 എന്താണെന്ന് പറഞ്ഞു തരാം ഒന്നുകൂടി. ആക്സിലറേഷൻ v2 - v1/t2 - t1. ഇതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. വെലോസിറ്റിയുടെ ആക്സിലറേഷൻ വരുമ്പോൾ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ വരുന്നു എന്നുള്ളത്. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് നമ്മൾ അന്ന് പറഞ്ഞ പോലെ, ദാസിൻ്റെ ഉദാഹരണം പറഞ്ഞതുപോലെ, ഒരു കല്ല് കിടക്കുന്നു. ആ കല്ല് കുറേ നേരമായിട്ട് അവിടെ തന്നെ കിടക്കുന്നു. അപ്പോൾ ഒറിജിൻ എവിടെയാണ് എന്നുള്ളതനുസരിച്ചാണ് ഈ പൊസിഷൻ മാറുന്നത്. അതായത് കല്ല് കിടക്കുന്നതിൽ നിന്ന് 3 മീറ്റർ പുറകോട്ട് മാറിയായിരുന്നു ഒറിജിൻ എന്ന് സങ്കല്പിക്കുക. നേരത്തെ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാകുന്നത്, ഇല്ലാത്തവർ ഒന്ന് പുറകോട്ടൊന്ന് കണ്ടു നോക്കുക. ടൈം 0 ആയിരുന്നപ്പോൾ ഇവിടെ ആയിരുന്നു, 3-ലായിരുന്നു. ടൈം 1 വന്നപ്പോഴും 3-ലാണ്. ടൈം 2 വന്നപ്പോഴും 3-ലാണ്. ടൈം 3 വരുമ്പോഴും 3-ൽ തന്നെയാണ് പൊസിഷൻ. അതായത് പൊസിഷന് യാതൊരു മാറ്റവും വരുന്നില്ല. അപ്പോൾ ഈ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് ഇങ്ങനെയൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതായത് ഈ ടൈം ആക്സിസിന് പാരലലായിട്ട് ഉള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ. ഇനി വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെ വരുന്നെന്ന് നോക്കാം. വെലോസിറ്റി എന്ന് പറയുന്നത് x2 - x1/t2 - t1 ആണ്. ഇവിടെ നമ്മൾ x2 എന്ന് പറയുന്ന പൊസിഷൻ ഇതെടുക്കുന്നു, x1 എന്ന് പറയുന്ന പൊസിഷൻ മുകളിലത്തേത് എടുക്കുന്നു. അതായത് ആദ്യത്തെ പൊസിഷൻ x1-ഉം രണ്ടാമത്തെ പൊസിഷൻ x2-ഉമായിട്ട് എടുക്കുന്നു. അപ്പോൾ ഇത് x1, ഇത് x2, ഇത് ടൈം t1, ടൈം t2. അതുകൊണ്ട് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് x2 - x1. ഡിസ്പ്ലേസ്മെന്റ് 3-ൽ നിന്ന് 3 പോയാൽ 0-ആണ്. ടൈം t2 - t1, 1-ൽ നിന്ന് 0 പോയി. അപ്പോൾ 0/1 എന്ന് പറഞ്ഞാൽ 0 തന്നെ വന്നു. ഇവിടെ ഈ ക്വാണ്ടിറ്റിക്ക് നേരെ ഞാൻ വെലോസിറ്റി എഴുതിയിട്ടില്ല, കാരണം ഇതിൻ്റെ മുകളിലത്തെ സംഭവം നമുക്കറിയില്ല. അതുകൊണ്ട് വെലോസിറ്റി എഴുതിയിട്ടില്ല. ഇനി രണ്ടാമത് നോക്കേണ്ടത്, ഇതിനെ x1 ആയിട്ട് എടുക്കുന്നു, താഴെയുള്ളതിനെ x2 ആയിട്ട് എടുക്കുന്നു. അപ്പോൾ x2 - x1 എന്ന് പറയുന്നത് ഇവിടെയും 0 വന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് 0/ ഈ ക്വാണ്ടിറ്റി ഇവിടെ ഇത് t1 ആണ്, ഇതാണ് t2. 2 - 1 അവിടെയും 1 സെക്കൻഡ് ഉണ്ട്. പക്ഷേ ഇവിടെ 0 വന്നതുകൊണ്ട് വെലോസിറ്റി 0 വന്നു. ഇനി അടുത്തത് നോക്കുമ്പോൾ വീണ്ടും എന്ത് ചെയ്യണം? ഈ ക്വാണ്ടിറ്റിയെ x1 ആയിട്ട് എടുക്കുക, ഇത് x2 ആയിട്ട് എടുക്കുക. ടൈം ഇവിടുത്തെ ഇത് t1, താഴേക്ക് ഇത് t2. ഇവിടെയും x2 - x1 0 ആണ്, t2 - t1 1 ആണ്. അപ്പോൾ 0/, എനി ക്വാണ്ടിറ്റി 0 തന്നെ ആയതുകൊണ്ട് വെലോസിറ്റി 0 ആയിട്ട് തന്നെ വരും. അടുത്ത കോളത്തിൽ വരുന്നത് ആക്സിലറേഷൻ ആണ്. അത് v2 - v1/t2 - t1 ആണ്. ഇവിടെയും ഇത് v2 ആയിട്ട് എടുക്കാം, ഇത് v1 ആയിട്ട് എടുക്കാം. ഇത് v2 വരുമ്പോൾ ഇവിടെ ടൈം t2 ആണ് ഇത് വരുന്നത്. പിന്നെ അതിൻ്റെ മുകളിലുള്ള ടൈം ഇതിനെ t1 ആയിട്ട് എടുക്കാം. അപ്പോൾ v2 - v1 0, എല്ലാം 0 ആകുമ്പോൾ പിന്നെ നാച്ചുറലി ഇവിടെയും 0 വരത്തുള്ളൂ. കൂടുതൽ നോക്കേണ്ട കാര്യമില്ല. ഇവിടെയും മാറി ഇത് മാറുന്നതനുസരിച്ച് ഇത് മാറും. അപ്പോൾ ബോഡി അറ്റ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ വെലോസിറ്റിയും ആക്സിലറേഷനും എല്ലാം 0 വരും. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഗ്രാഫ് വരുമ്പോൾ എങ്ങനെ വരും? എല്ലാം 0 തന്നെ. അതായത് ഗ്രാഫ് ഇങ്ങനെ തന്നെ വരും. ഇവിടെ ഗ്രാഫിന് അർത്ഥം തന്നെ ഇല്ല, കാരണം 0 കൂടി തന്നെ പോകുന്നു. ആക്സിലറേഷൻ്റെ കാര്യത്തിലാണെങ്കിലും എപ്പോഴും 0 തന്നെ, ടൈമിൻ്റെ 0 ആക്സിസിൽ കൂടി തന്നെ പോകുന്നു. അപ്പോൾ പാരലൽ ടു ടൈം ആക്സിസ് അല്ലെങ്കിൽ എക്സ് ആക്സിസ് എന്ന് പറയുന്ന ഒരു വരുന്നത് അതിൻ്റെ പൊസിഷന് മാത്രമേ ഉള്ളൂ. ബാക്കി രണ്ടും അതിൻ്റെ ടൈം ആക്സിസിൽ കൂടി തന്നെയായിരിക്കും പോകുന്നത്. ഇനി ബോഡി ഇൻ യൂണിഫോം മോഷൻ എങ്ങനെ വരുന്നു എന്ന് നോക്കാം. ഇവിടെ ബോഡി ഇൻ യൂണിഫോം മോഷൻ
ഇവിടെ നോക്കുക, ടൈം 0, 1, 2, 3, 4 ഇങ്ങനെ കൂടുന്നതനുസരിച്ച് പൊസിഷൻ 0യിൽ നിന്ന് 2, 4, 6, 8 ഇങ്ങനെ മാറുകയാണ്. സ്വാഭാവികമായിട്ട് ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് തന്നെയാണ്. പൊസിഷൻ കാണിക്കുന്നത് മീറ്ററിലാണ്. വെലോസിറ്റി എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഞാനിവിടെ നിങ്ങൾക്ക് കൺജസ്റ്റഡ് ആയിട്ട് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഫോർമുല എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ. നേരത്തെ പോലെ തന്നെ x2 - x1/t2 - t1 ആയിരിക്കും വെലോസിറ്റി. ആക്സിലറേഷൻ വരുന്നത് v2 - v1/t2 - t1 ആണ്. ഒരു കാര്യം ഓർത്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു, അതായത് ഇതെല്ലാം ആവറേജ് വാല്യൂസ് ആണ് കാണിക്കുന്നത്, ഇൻസ്റ്റന്റേനിയസ് അല്ല. t2 - t1 എന്ന് പറയുന്നത് ഒരു രണ്ട് ടൈമിന്റെ വ്യത്യാസമാണ്. അപ്പോൾ അതിനിടയിൽ എന്ത് സംഭവിക്കുന്നു നോക്കുന്നില്ല. യൂണിഫോം മോഷൻ എന്ന് പറയുമ്പോൾ ആവറേജ് എന്നുള്ള കൺസെപ്റ്റിൽ എടുത്താൽ മതി. അപ്പോൾ ഇതിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുമ്പോൾ ടൈം 0 ആയിരുന്നപ്പോൾ, അതായത് ടൈം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, നമ്മുടെ ഒബ്സർവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒറിജിനിൽ തന്നെയായിരുന്നു. പിന്നെ 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അത് 2ലേക്ക് എത്തി, 4ലേക്ക് എത്തി, 6ലേക്ക് എത്തി, ഇങ്ങനെ പോവുകയാണ്. ഇതിന്റെ വെലോസിറ്റി വരുന്നത് t2 - t1 ഉം x2 - x1 ഉം ഇത് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ 2/1 വന്നു, 2 വന്നു. ഇവിടെ 4 - 2 / 2 - 1 അതും 2 വന്നു. 6 - 4/3 - 2 അതും 2 വന്നു. 8 - 6/4 - 3 അതും 2 വന്നു. ഇങ്ങനെ വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് മാറുന്നു. ഇത് ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിന്റെ വാല്യൂ വരുന്നത് ഒരു സ്ട്രൈറ്റ് ലൈൻ, ഇങ്ങനെ ചെരിഞ്ഞ ഒരു ലൈൻ ആയിരിക്കും. വെലോസിറ്റിയുടെ വരുന്നത് എപ്പോഴും 2 തന്നെ. 1 സെക്കൻഡിലും 2 സെക്കൻഡിലും 3 സെക്കൻഡിലും 4 സെക്കൻഡിലും ഒക്കെ 2 തന്നെ. ആക്സിലറേഷൻ എന്ന് പറയുന്നത് 0 തന്നെയായിരിക്കും. അതായത് യൂണിഫോം മോഷൻ എന്ന് പറയുന്നത് സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി മാഗ്നിറ്റ്യൂഡിനും ഡയറക്ഷനും മാറ്റമില്ലാത്തത് കൊണ്ട് സ്പീഡും വെലോസിറ്റിയും അവിടെ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു ടൈം ആക്സിസിന് പാരലായിട്ട് വരുന്നു. ഇപ്പുറം വരുമ്പോൾ ആക്സിലറേഷനിലേക്ക് വരുമ്പോൾ ടൈം ആക്സിസിൽ കൂടി തന്നെ പോകുന്നു. ഇതാണ് ഒരു ബോഡി ഇൻ യൂണിഫോം മോഷൻ എന്ന് പറയുന്നതിന്റെ ഗ്രാഫുകൾ വരുന്നത്. ഒന്നുകൂടി നമുക്ക് പൊസിഷൻ ടൈം ഗ്രാഫ് ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ്, പക്ഷെ അത് ചെരിഞ്ഞായിരിക്കും. വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നതും സ്ട്രൈറ്റ് ലൈൻ ആണ്, പാരലൽ ടു ടൈം ആക്സിസ് അല്ലെങ്കിൽ എക്സ് ആക്സിസ്. ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നതിന് മീനിങ് ഇല്ല, കാരണം ആക്സിലറേഷൻ ഇല്ല. അപ്പോൾ അതൊരു ഗ്രാഫ് വരയ്ക്കണം എന്ന് നിർബന്ധമാണെങ്കിൽ അത് എല്ലാ പോയിന്റും 0യിൽ കൂടി തന്നെയായിരിക്കും വരുന്നത്, ടൈം ആക്സിസിൽ തന്നെയായിരിക്കും വരുന്നത്. ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു കാണുമല്ലോ, ഇവിടെ പൊസിഷൻ കൂടി വരുന്നു, അതായത് പോസിറ്റീവായിട്ടാണ്. ഇവിടെ വെലോസിറ്റി പോസിറ്റീവാണ്, ഇതിങ്ങനെ കൂടിയാണ് വരുന്നത്. ഇനി നേരെ തിരിച്ചു വരുന്നു, അതായത് ഇതിപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ, ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്യുന്നതായിട്ട് കണക്കാക്കുകയാണെങ്കിൽ തിരിച്ച് ഒരു വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നു, അതായത് സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി കുറഞ്ഞു വരുന്നു. അപ്പോൾ തിരിച്ച് ഒറിജിനിലേക്ക് വരികയാണ്. നാം ഒരു എപ്പിസോഡിൽ കണ്ടായിരുന്നു, ഒരു കാറിൻ്റെ എക്സാമ്പിൾ കണ്ടിരുന്നു. ആ കാറ് തിരിച്ച് വീട്ടിലേക്ക് കയറി വരുന്ന പഴയ കണ്ടീഷനിൽ പാർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നൊരു കണ്ടീഷൻ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഒറിജിനിലേക്കാണ് വരുന്നത് എന്ന് അസ്യൂം ചെയ്യുന്നു. അവിടെ എങ്ങനെ എന്ന് നോക്കാം. ഓക്കെ, ഇനി വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നത് നമ്മുടെ ഒബ്സർവേഷൻ തുടങ്ങുന്ന സമയമാണ് 0 ആയിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് 0 എന്ന് പറയുന്ന കണ്ടീഷനിൽ വണ്ടിയുടെ ദൂരം, നാം നിൽക്കുന്നതാണ് ഒറിജിൻ എന്ന് എടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് 8 മീറ്റർ മാറിയായിരുന്നു. 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുത്തേക്ക് 2 മീറ്റർ കൂടി മാറി. അപ്പോൾ നമ്മളിൽ നിന്ന് 6 മീറ്റർ അകലെയാണ്. 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി അടുത്ത് വന്നു, 4 മീറ്റർ. 3 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി അടുത്ത് വന്നു, 4 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മുമ്പിൽ വന്ന് വണ്ടി നിന്നു. അപ്പോൾ ഇതിനെ എങ്ങനെ ഗ്രാഫാക്കാമെന്ന് നോക്കുക. പൊസിഷൻ ടൈം ഗ്രാഫാണ് ആദ്യം വരയ്ക്കുന്നത്. ടൈം 0 ആയിരുന്നപ്പോൾ 8 ആയിരുന്നു. ടൈം 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 6 ആയി. 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 4 ആയി, 2 ആയി, 0 ആയി. അപ്പോൾ ഇതിനെ നമുക്ക് വരയ്ക്കണമെങ്കിൽ 4 സെക്കൻഡ് കൊണ്ട് 0യിലേക്ക് എത്തുന്നു. ഇങ്ങനെയൊരു ഗ്രാഫായിരിക്കും കാണുന്നത്. ഇനി അതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ്.
x2 മൈനസ് x1. ഇവിടെ 6 മൈനസ് 8 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് മൈനസ് ആണ് വരുന്നത്. 1 മൈനസ് 0 ടൈം പോസിറ്റീവ് ആണ്, അതുകൊണ്ട് വെലോസിറ്റി വരുന്നത് നെഗറ്റീവ് വന്നു. വീണ്ടും x2 മൈനസ് x1, 4 മൈനസ് 6, അവിടെയും പൊസിഷൻ എന്ന് പറയുന്നത് ഇത് ചേഞ്ച് വരുന്നത് നെഗറ്റീവ് ആണ്, ടൈം പോസിറ്റീവ് ആണ്. വീണ്ടും 2 മൈനസ് 4. ഇങ്ങനെ എവിടെ നോക്കിയാലും വെലോസിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അപ്പോൾ അത് വരേണ്ടത് ഇത് നമ്മുടെ ഒറിജിൻ ആണെങ്കിൽ മുകളിലേക്കുള്ളത് +1 +2 ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ താഴേക്കുള്ളത് -1 -2 ഇങ്ങനെ വരും. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന -2 എന്ന് പറഞ്ഞാൽ ടൈം ആക്സിസിന്റെ താഴെയായിട്ടായിരിക്കും. ടൈം ആക്സിൽ നമ്മളിങ്ങനെ 1 2 3 4 ഇങ്ങനെ എല്ലായിടത്തും താഴെയായിട്ടായിരിക്കും വരുന്നത്. ആക്സലറേഷൻ വരുമ്പോൾ ഇവിടെയും ഇതിന്റെ ചേഞ്ച് എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് ആക്സലറേഷൻ മാറ്റമൊന്നുമില്ല, ഇങ്ങനെ തന്നെയാണ് പോകും. സോ യൂണിഫോം മോഷനിൽ തന്നെ നാം രണ്ട് ഇത് കണ്ടു. ഒന്ന് പൊസിഷൻ കൂടി പോസിറ്റീവ് ആയിട്ടുള്ളത്, രണ്ട് തിരിച്ചുള്ള റിട്ടേൺ ജേണി എന്ന് പറയുന്നത് പൊസിഷൻ കുറഞ്ഞു വരുന്നത്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവായിട്ട് വരുന്നത്. ആദ്യം കണ്ടത് ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നോൺ യൂണിഫോം മോഷൻ ആകുമ്പോൾ എങ്ങനെ വരുന്നു എന്ന് നോക്കാം. നമുക്കിനി ബോഡി ഇൻ നോൺ യൂണിഫോം മോഷൻ നോക്കാം. ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് സ്പീഡ് എടുത്ത് പോകുന്നു. അപ്പോൾ അവിടെ ടൈം 0 ആയിരുന്നപ്പോൾ പൊസിഷൻ 0 തന്നെ, അതായത് ഒറിജിനിലാണ് എന്നെടുക്കുന്നു. 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 1 മീറ്റർ മുമ്പോട്ട് പോയി, 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 3 മീറ്റർ മുമ്പോട്ട് പോയി വണ്ടി റേസ് ചെയ്യുകയാണ്. 3 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 6 മീറ്റർ ആയിരുന്നു, 4 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 10 മീറ്റർ ആയി. അപ്പോൾ ഒറിജിൻ ആയിരുന്നു ഇവിടെ. 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 1 മീറ്റർ, 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 3 മീറ്റർ, 3 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 6 മീറ്റർ, 4 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 10 മീറ്റർ. അപ്പോൾ ഇതിനെ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെയൊരു ഗ്രാഫായിരിക്കും. അതൊരു ഒരു ചെരിവോട് കൂടിയ ഒരു ഗ്രാഫായിരിക്കും, സ്ട്രൈറ്റ് ലൈൻ ആയിട്ടാണ് വരുന്നത്. ഇനി വെലോസിറ്റിയിലേക്ക് വരുമ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് x2 മൈനസ് x1 ബൈ t2 മൈനസ് t1. ഇവിടെ x2 മൈനസ് x1, അതായത് 1 മൈനസ് 0 ഡിവൈഡഡ് ബൈ t2 മൈനസ് t1, 1 മൈനസ് 0 തന്നെ ഇവിടെ. അപ്പോൾ x2 മൈനസ് x1, ഡിഫറൻസ് ഇൻ പൊസിഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 1 വന്നു, ടൈം ഇൻട്രോയിൽ 1 വന്നു. അതുകൊണ്ട് ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് 1 മീറ്റർ പെർ സെക്കൻഡ്. അടുത്തത് ഇതാണ് പൊസിഷൻ x2 മൈനസ് x1, അതായത് 3 മൈനസ് 1 2 വന്നു. ടൈം ഇൻട്രോയിൽ അവിടെ 2 മൈനസ് 1 എന്ന് പറയുന്നത് 1 തന്നെയാണ്. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് 2/1, അപ്പോൾ 2 മീറ്റർ പെർ സെക്കൻഡ് വന്നു. അടുത്തത് പൊസിഷൻ x2 ഇതും പൊസിഷൻ x1 ഇവിടെ, t2 ഇത് t1 ഇത്. അപ്പോൾ 6 മൈനസ് 3 അതായത് 3 ഡിവൈഡ് ബൈ 3 മൈനസ് 2 അതായത് 1. സോ x2 മൈനസ് x1 ബൈ t2 മൈനസ് t1 എന്ന് പറയുന്ന വെലോസിറ്റി 6 മൈനസ് 3 ബൈ 3 മൈനസ് 2 അതായത് 3/1, 3 മീറ്റർ പെർ സെക്കൻഡ് വന്നു. ലാസ്റ്റ് നോക്കുക, 10 ഇവിടെ പൊസിഷൻ 10, ഇവിടുത്തെ പൊസിഷൻ 6. സോ 10 മൈനസ് 6 എന്ന് പറയുന്നത് 4 വന്നു. ടൈം ഇൻട്രവൽ ഇവിടെയും 1 സെക്കൻഡ് ആണ്, അതുകൊണ്ട് 4 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന വെലോസിറ്റിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് പ്ലോട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 1 2 3 4 ഇങ്ങനെ ഓരോന്നും കൂടി വരികയാണ്. 1 2 3 4. അപ്പോൾ ഇതിനെ നമുക്ക് വരയ്ക്കുമ്പം നമുക്ക് കിട്ടുന്നത് ഒരു സ്ട്രൈറ്റ് ലൈൻ ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. ആക്സലറേഷൻ വരുമ്പോൾ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി നോക്കുക, 2 മൈനസ് 1, അതിനെടുത്ത ടൈം ഇൻട്രവലിൽ 2 മൈനസ് 1 തന്നെ. അപ്പോൾ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അവിടുത്തെ ആക്സലറേഷൻ. രണ്ടാമത്തേത് നോക്കുക, അടുത്ത ഒരു ടൈം ഇൻട്രവൽ നോക്കുക, 3 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇവിടുത്തെ വെലോസിറ്റി, അതിൻ്റെ ടൈം വന്നത് 3 സെക്കൻഡ്. 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന വെലോസിറ്റിയുടെ ടൈം 2 ആയിരുന്നു. അപ്പോൾ v2 മൈനസ് v എന്ന് പറഞ്ഞാൽ ഈ 3യും 2യും കൂടി കുറയ്ക്കുന്നു, 1 വരുന്നു, ടൈം ഇൻട്രവൽ വീണ്ടും 1 വന്നു. അടുത്തത് നോക്കുക, 4 മൈനസ് 3 ആണ് ചേഞ്ച് ഇൻ വെലോസിറ്റി, 4 മൈനസ് 3 തന്നെയാണ് ഇവിടുത്തെ ടൈം ഇൻട്രവലും. സോ വീണ്ടും
ആക്സലേഷൻ നോക്കുമ്പോൾ അത് 1 1 1 എന്ന് തന്നെ വന്നു. ഇവിടെ നമുക്ക് പ്ലോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് 1 1 1 ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കാണാം ആക്സലേഷൻ എന്ന് പറയുന്നത് ടൈം ആക്സിസിന് പാരലലായിട്ടുള്ള ഒരു ലൈനാണ്. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ആക്സലേഷൻ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇതിനെ നമുക്ക് യൂണിഫോം ആക്സലേഷൻ എന്ന് പറയാം. ബോഡി ഇൻ യൂണിഫോം ആക്സലേഷൻ. അപ്പോൾ നമ്മൾ പല ഗ്രാഫുകൾ കണ്ടു. ബോഡി അറ്റ് റെസ്റ്റ് ആദ്യം കണ്ടു. അവിടെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് പൊസിഷന് മാത്രമേ ഉള്ളൂ. പിന്നെ കണ്ടത് ബോഡി ഇൻ യൂണിഫോം മോഷനാണ്. അവിടെ നമ്മൾ കണ്ടത് വെലോസിറ്റി ടൈം ഗ്രാഫ് ടൈമിന് പാരലലായിരുന്നു, ടൈം ആക്സിസിന് പാരലലായിരുന്നു. ഇപ്പോൾ നമുക്ക് യൂണിഫോം ആക്സലറേഷൻ ആണെങ്കിൽ ആക്സലറേഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് ടൈം ആക്സിസിന് പാരലലായിട്ട് വരും. ഇനി നോൺ യൂണിഫോം മോഷൻ തന്നെ, പക്ഷേ തിരിച്ചു വരുന്നു. അതായത് ടൈം 0 ആയിരുന്നപ്പോൾ പൊസിഷൻ 10 ആണ്, ടൈം 1 ആയപ്പോൾ പൊസിഷൻ 6 ആണ്. ഇങ്ങനെ റിട്ടാർഡേഷൻ, അതായത് തിരിച്ചു വരുന്ന ഒരു കണ്ടീഷൻ, അതിൽ എങ്ങനെ വരുന്നു എന്നൊന്ന് നോക്കാം. ഇവിടെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് 10 ആയിരുന്നു, പിന്നെ അത് 6 ആയി, പിന്നെ 3 ആയി, 1 ആയി, 0 ആയി. അതായത് ഇങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു 4 സെക്കൻഡ് ആയപ്പോഴേക്കും 0യിലേക്ക് എത്തുന്നത് ഇങ്ങനെ ചെരിഞ്ഞൊരു രേഖ. ബാക്കി ഭാഗം ഇത് രണ്ടും ഒരു ഹോംവർക്ക് പോലെ, ഒരു അസൈൻമെന്റ് പോലെ നിങ്ങൾക്ക് ഞാൻ തരികയാണ്, എങ്ങനെയായിരിക്കും വരയ്ക്കേണ്ടത് എന്ന്. നിങ്ങൾക്ക് ഇതിൻ്റെ റിപ്ലൈ 2 രീതിയിൽ തരാം. ഒന്ന്, ഇമെയിൽ അഡ്രസ് കൊടുത്തിട്ടുണ്ട് physics_unlimited@gmail.com. 2, വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അതിൽ ഒന്ന് ആൻസർ അയച്ചു നോക്കുക. ഓക്കെ, നിങ്ങളുടെ അസൈൻമെൻറ്റ് നോക്കിയിട്ട് അതിൻ്റെ കറക്ഷൻ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.